സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒട്ടേറെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് റിപ്പോർട്ടർ ചാനൽ MD ആൻഡോ അഗസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ. ഒരു ചാനൽ മുതലാളിക്കും അടുത്ത കാലത്ത് ലഭിക്കാത്ത സ്വീകാര്യതയാണ് അതിന് ലഭിക്കുന്നത്. ബിനീഷ് കൊടിയേരി അടക്കമുള്ള ഇടത് പ്രൊഫൈലുകളും മറ്റുള്ളവരുമൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. മിക്കവാറും മലയാളികൾ പലപ്പോഴും അദ്ദേഹത്തെ ഒരു ചാനലിൻ്റെ മുതലാളി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ചാനലിലെ എഡിറ്ററായി അദ്ദേഹം ചർച്ചകളിൽ വരുമ്പോൾ ഇയാൾക്ക് എന്ത് അറിയാം എന്നൊരു മനോഭാവമായിരുന്നു മിക്കവാറും ആളുകൾക്ക്. ജേർണലിസം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം അറിയാത്ത ഒരു വ്യക്തി ആധികാരികമായി ചർച്ചയിൽ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ പുച്ഛത്തോടെയാണ് ഇദ്ദേഹത്തെ നോക്കിയിരുന്നത്. പിന്നീട് മെസ്സിയും അർജന്റീന ടീമും വരുന്ന കാര്യത്തിലും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ചിരിച്ചു തള്ളിയിരുന്നു. എന്നാൽ ഈ അഭിമുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ശരികളാണ് കൂടുതലും ശ്രദ്ധിച്ചത്. വെറും 35 വയസ്സുള്ള ഒരാളെ തകർക്കാൻ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്രയധികം ശ്രമിക്കുന്നുവെങ്കിൽ അയാൾ നിസ്സാരക്കാരനല്ല എന്നും അയാളുടെ ഭാഗത്ത് സത്യങ്ങളുണ്ട് എന്നും ബോധ്യപ്പെടുത്തുന്നതാണ് ആ അഭിമുഖം. വയനാട്ടിലൊരു സാധാരണ കുടിയേറ്റ കർഷകൻ്റെ മകനായ തന്നെ വ്യാജ ആരോപണങ്ങളുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം തെറ്റിദ്ധരിക്കപ്പെടുക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും അധികം എസ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? മനോരമയല്ലേ? റബ്ബർ എസ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്നത് മനോരമയല്ലേ? ഇവരുടെ കയ്യിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം വരുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ആൻഡോ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടത് മലയാളത്തിലെ മാധ്യമ ഭീമന്മാരാണ്. അല്പം ധാർമ്മികത ഉണ്ടെങ്കിൽ അവർ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മറുപടി പറയണം. 100 വർഷത്തെ പാരമ്പര്യം പറയുന്നവർ 5ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ABCD അറിയാത്ത ഒരാൾ നടത്തുന്ന ഒരു സ്ഥാപനം 1 വർഷം കൊണ്ട് 1ാം സ്ഥാനത്തെത്തിയത് തൻ്റെ കഠിനാധ്വാനം കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ചില എക്സ്ക്ലൂസീവുകൾ പുറത്തുവിട്ടതോടെ കോൺഗ്രസ്സുകാർ ആ ചാനലിന് എതിരായി. സഖാവ് VSൻ്റെ അന്ത്യയാത്രാ ചടങ്ങുകൾ സജീവമായി കവർ ചെയ്തപ്പോൾ അന്നു മുതൽ ഇടതുപക്ഷ ചാനൽ എന്നൊരു ലേബലും ഇവർക്ക് കിട്ടിയിരുന്നു. ഏഷ്യൻ മോട്ടോഴ്സിൻ്റെ ഡീലർ ആയിരുന്ന കാലം മുതൽ പണം ഉണ്ടാക്കിയ ഓരോ വഴികളും ആൻഡോ കൃത്യമായി പറയുന്നുണ്ട്. AC ക്യാബിനിലെ ട്രക്ക് കിട്ടിയാൽ അതിൻ്റെ ബോഡി അടിച്ച് വിറ്റാൽ ഇവർക്ക് ഒരു വണ്ടിക്ക് 15 ലക്ഷം വരെ ലാഭം കിട്ടിയിരുന്ന കാര്യം മുതൽ ഭാരത് ബെൻസ് വരുന്നത് വരെ ആ ബിസിനസ് കൊണ്ട് പണം ഉണ്ടാക്കിയ കഥ ആൻഡോ കൃത്യമായി പറയുന്നു. പിന്നീട് ചാനൽ രംഗത്തേക്ക് വന്നതുമെല്ലാം ആ അഭിമുഖത്തിലുണ്ട്. മലയാളിയുടെ സ്വന്തം ഫോൺ എന്ന നിലയിൽ കൊണ്ടുവന്ന മാംഗോ ഫോൺ തുടങ്ങാൻ പോയതും അതിൻ്റെ ബാക്കി കഥകളും എല്ലാം അയാൾ കൃത്യമായി പറയുന്നുണ്ട്. മാതൃഭൂമിയുടെ ശ്രേയംസ് കുമാർ ഉത്സാഹിച്ച് കുത്തിപ്പൊക്കിയ മരമുറി കേസിനെക്കുറിച്ചും അതിൻ്റെ പേരിൽ ഇപ്പോഴും അപമാനിക്കപ്പെടുന്നതും അതിൽ കഥയില്ലെന്ന് സർക്കാരിനും പോലീസിനും അറിയാമെന്ന കാര്യങ്ങളും ആൻഡോ പറയുന്നു. കേവലം 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വളർന്നിരിക്കുന്നു. ഇപ്പോൾ അയാൾ തുറന്നു പറയുന്നത് പോലെ മനോരമ മുതലാളിയും മാതൃഭൂമി മുതലാളിയും ഒക്കെ തുറന്നു പറയാൻ തയ്യാറാകുമോ എന്നതും വലിയൊരു ചോദ്യമാണ്. ആൻഡോ അഗസ്റ്റിൻ പലരുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. അവരുടെ വായ ഇതുവരെ തുറന്നതായി കണ്ടിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് ആരും വന്നിട്ടുമില്ല. ആൻഡോ അഗസ്റ്റിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ കേരളത്തിലെ ചില വലിയ മാധ്യമങ്ങൾ വളരെ ആസൂത്രിതമായി ഇദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം സത്യമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ആൻഡോ എന്ന ബിസിനസ്സുകാരൻ തങ്ങൾക്ക് മുകളിൽ വളരാൻ പാടില്ല എന്ന ചിന്ത തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ജനപിന്തുണയുള്ള വ്യൂവർഷിപ്പുള്ള ഒരു ചാനൽ കെട്ടിപ്പടുക്കാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ അയാളൊരു യഥാർത്ഥ ബിസിനസ്സുകാരൻ തന്നെയാണ്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും മാറ്റിമറിക്കുന്നതാണ് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ആ അഭിമുഖം. പിന്നെ പലരും ചോദിക്കുന്നത് പോലെ സ്വന്തം ചാനലിൽ ഇരുന്ന് ഇതൊക്കെ പറയുന്നത് വലിയ കാര്യമാണോ എന്നാണ്. ആൻഡോ അഗസ്റ്റിൻ അതിലും ബിസിനസ് കണ്ടെത്തുന്നുണ്ട് എന്നതാണ് സത്യം. കാരണം ആ പ്രോഗ്രാമിനും വലിയ രീതിയിലുള്ള വ്യൂവേഴ്സുണ്ട്. സ്വന്തം കാര്യങ്ങൾ പറഞ്ഞും ആൻഡോ അഗസ്റ്റിൻ സമ്പാദിക്കുകയാണ്.